ഇതാണ് എൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന കുമ്പളങ്ങ കേട്ടോ. ഇവിടെ ഇത് കിടക്കുന്നത് കിണറിൻ്റെ വക്കിലാണ് കേട്ടോ. അതേപോലെ ഇതോ അവിടെ ഉണ്ട് ഒരെണ്ണം, അവിടെയുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇവ മൊത്തം ഇങ്ങനെ കിണറിൻ്റെ മുകളിലോട്ട് കയറി വന്നിരിക്കുകയാണ് കേട്ടോ. കിണറിൻ്റെ മുകളിൽ വന്നിട്ട് ഇതാ ഇവിടെ ഉണ്ട് ഒരെണ്ണം കേട്ടോ. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ കിണറിൻ്റെ മുകളിൽ കയറിയൊക്കെയാണ്. അങ്ങനെ ഇത് ഇവിടെയുണ്ട്. പിന്നെ ഇതോ ഇവിടെ ഒരെണ്ണം ഒളിഞ്ഞ് കിടപ്പുണ്ട് കണ്ടോ. ഇത് ഒളിഞ്ഞ് കിടപ്പുണ്ട്. അതുകൂടാതെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന വേറെ സംഗതി വിയറ്റ്നാമിൻ്റെ ചക്ക, വിയറ്റ്നാം എർലി സൂപ്പറിൻ്റെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതോ കണ്ടോ, ചെറിയ ചില്ലേമ്പ് വരെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുകളിലൊക്കെ ഉണ്ട്. കുഞ്ഞി ചക്ക ആയി വരുന്നു. അടിയിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ചില്ലേമ്മ നായ്പോള ഇട്ടിട്ടുണ്ട്. ഇതാ കാണാൻ പറ്റും. ഉണ്ടോ? അതുമാത്രമല്ല ഈ ഒരു പ്ലാവുമ്മ ഇതാ ഇവിടെയും ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇതുണ്ടാവുന്ന ചക്കയാണ്. ഓക്കെ, അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കൂട്ടം കൂടെ കാണിച്ചു തരാം. ഇത് കുരുമുളകുമ്മ കയറിയാക്കണതാണ് കേട്ടോ. കുമ്പളങ്ങ ഒരെണ്ണം പൊട്ടിച്ചു, ഞങ്ങൾ കറി വെച്ചു. അതുകൂടാതെ എൻ്റെ അടുത്ത വിയറ്റ്നാം എർലി സൂപ്പർ ചക്കയാണിത്. ചെറിയ പ്ലാവാണ് കേട്ടോ. ചെറിയ പ്ലാവ് കടയ്ക്ക് ചക്ക ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വിരൽ വട്ടം എത്താവുന്ന ഒരു പ്ലാവാണ് കേട്ടോ. അത്രേ ആയിട്ടുള്ളൂ. മുകളിലുണ്ട് ചക്ക, അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടോ, അതിൻ്റെ മുകളിലുണ്ട്. വേണ്ട, ഇതൊരു പ്ലാവുമ്മേ ഇത്രയും ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാം. ഇത് എന്താണെന്ന് എനിക്കറിയില്ല സംഗതി. ഒരു കുഞ്ഞ് മത്തങ്ങയാണ് കേട്ടോ. ഒരു കുഞ്ഞ് മത്തങ്ങ പോലത്തെ ഒരു കായത്. ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. സംഭവം ഇത്ര ആയിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ വേറെയും കായകൾ, ചെടി ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ചെടി കേട്ടോ. ഇത്രയേ ഉള്ളൂ ചെടി. പക്ഷെ ഇതെന്താണ് കായ എന്നറിയില്ല. ഓക്കെ, അതൊന്ന്. പിന്നെ ഇത് പോയിരിക്കുന്ന കണ്ടോ, മത്തയാണ് കേട്ടോ. മത്തങ്ങയാണ് ഈ പോയിരിക്കുന്നത്. ഇവിടെ മത്തങ്ങയായി വരുന്നുണ്ട്, ഒളിച്ചിരിക്കുന്നു. അതുപോലെ കുറച്ചും കൂടെ വലിയത് കാണിച്ചു തരാം. വലിയ മത്തങ്ങ കണ്ട, ഇന്നൊക്കെ ആയിട്ടുണ്ട് മത്തങ്ങ. ഞാൻ ഇത് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഈച്ച കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ട മത്തങ്ങ. അതുകൂടാതെ ഇവിടെയുണ്ട് മത്തങ്ങ. അതുകൂടാതെ ഇവിടെയും ഞാൻ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വേണ്ട, ഈച്ച കൊത്തിയാൽ ഇതൊക്കെ പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തെങ്ങിൻതൈയുടെ മുകളിൽ കയറിയൊക്കെയാണ്. പിന്നെ ഞാൻ നട്ടിരിക്കുന്നത് ഇതും ഒരു വിയറ്റ്നാം സൂപ്പറിൻ്റെ പ്ലാവാണ്. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇല ചുരുട്ടി കേടുവരാം. അതിനിപ്പോൾ ഞാൻ മരുന്ന് തെളിക്കാൻ പോവുകയാണ്, മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു ഏരിയയിലാണ് ഇത്രയും ഐറ്റംസ് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ കുള്ളൻതെങ്ങാണ്. കുള്ളൻതെങ്ങ് വലിയ തെങ്ങൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് കുള്ളൻതെങ്ങ് നട്ടു കൊടുത്തേക്കാണ്. ഇത് ആ കുള്ളൻതെങ്ങിൽ പെട്ടതാണ്. അടുത്ത കൊല്ലം തേങ്ങ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അതേപോലെ ഒരു കുള്ളൻതെങ്ങാണിത്. ഇത് ഓക്കെ. അപ്പോൾ ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു ചെറിയ സ്ഥലത്ത്. അപ്പുറത്തെ ഏരിയയിൽ വേറെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ റംബൂട്ടാനും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് വിയറ്റ്നാം പ്ലാവ്. ഇത്രയ്ക്കേ ഉള്ളൂ വിയറ്റ്നാം പ്ലാവ്. ഓക്കെ കേട്ടോ.